Hi friends, Mr. Randa പുതിയ അൺബോക്സിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിഷ്ണുദാസ്. ഇന്ന് നമുക്ക് അൺബോക്സ് ചെയ്യാൻ കിട്ടിയിരിക്കുന്നത് സാംസങ്ങിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോണായ M51 ആണ്. ഇത് M സീരീസിലെ തന്നെ M21, M31 ശേഷമുള്ള ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് M51. ഇവരിത് വിപണിയിൽ ഇറക്കുന്നത് തന്നെ മോൺസ്ട്രസ് മൊബൈൽ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ പേര് കിട്ടിയിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ആ രീതിയിൽ അവർ അഡ്വർടൈസ്മെൻറ്റ് ഇറക്കണത്, നമുക്കിത് ഫോൺ ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ കണ്ടൻസ് നോക്കിയിട്ട് ഫീച്ചേഴ്സ് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം. ബോക്സ് നോക്കുകയാണെങ്കിൽ മുകളിൽ സാംസങ് എന്ന് എഴുതിയിട്ടുണ്ട്, അടിയിൽ M51 വലുതായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ മൊബൈലിൻ്റെ ഒരു പിക്ചറും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മൊബൈലിൻ്റെ പിക്ചർ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും മുകളിലെ ഡിസ്പ്ലേ തന്നെയാണ് ഇതിൻ്റെ ക്യാമറ വരുന്നത്. പിന്നെ സാംസങ് ഗാലക്സി M51 എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ മേടിച്ചേക്കണ വേർഷൻ 8GB 128GB വേരിയൻ്റ് ആണ്. ഇതിന് ഏകദേശം 27,000 റുപ്യാണ് വില. അതേപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് ഇതിൽ ഇന്ത്യൻ സിം കാർഡ് ഉള്ളിന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റിക്കറിൽ നമുക്കിതിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ മറ്റേതുപോലെ പ്ലാസ്റ്റിക് കവറിങ് ഒന്നുമില്ല, ബാക്കി മറ്റേ റിയൽമി എന്നൊക്കെ ഇതിന് മുമ്പത്തെ അൺബോക്സ് ചെയ്ത പോലെ. ഇവിടെയാണ് സാംസങ്ങിൻ്റെ ക്വിക്ക് സൈഡ് ഗാർഡ് ഒക്കെ ഇരിക്കുന്നത്. മൊബൈലാണ് നേരിട്ട് വെച്ചേക്കുന്നത്. സിം ഇജക്ടർ ടൂള് അതായത് ഇതിൻ്റെ ഉള്ളിലാണ്. ഇതിൻ്റെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, റീജിയണൽ ലോക്ക് ഗൈഡ്, വാറണ്ടി കാർഡ്, ഇത് മൂന്നും ഇതൊക്കെ മാറ്റി വയ്ക്കാം. ഫോൺ ജസ്റ്റ് ചെറിയ പൊടികളൊക്കെ ഉണ്ട്, അതെന്താണെന്നറിയില്ല. ഫോൺ മാറ്റി വെച്ചിട്ട് നമുക്ക് ചാർജറൊന്ന് നോക്കാം. ഇതിൽ തന്നേക്കുന്ന ചാർജർ സാധാരണ എല്ലാ ചാർജറിനും ഒരു സൈഡിൽ USB-യുടെ മെയിൽ കണക്ടറും മറ്റിടത്ത് USB-C ടൈപ്പും ആയിരുന്നു. ഇതിൽ രണ്ട് സൈഡിലും USB-C ആണ്. കാരണം ഈ ഫോൺ റിവേഴ്സ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇതിൽ തന്നേക്കുന്നത് 25 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് ഇത് തന്നേക്കുന്നത്, C ടൈപ്പ്. ഇത് മാറ്റി വയ്ക്കാം. നല്ല ഫുൾ ബ്ലാക്ക് കളറിലുള്ളൊരു സെറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് ക്യാമറ ഫ്രണ്ട് സെൻറ്ററിൽ. പിന്നെ ഒരു L ഷേപ്പിലാണ്. ഇതിലും ക്വാഡ് ക്യാമറയാണ്. ഇതിൻ്റെ സിമ്മിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ്. പിന്നെ നന്നായിട്ട് ഫിംഗർ പ്രിൻറ്റ് പതിയാണ് ബാക്ക് സൈഡാണ്. ഗ്ലാസ് പോലെ ഉണ്ട് ബാക്ക് സൈഡ്, പക്ഷേ ഇത് പ്ലാസ്റ്റിക് ആണ്. ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്നതാണ് പവർ ബട്ടണും ഫിംഗർ പ്രിൻറ്റും, രണ്ടും ഇതിൽ തന്നെയാണ് വരുന്നത്. പിന്നെ വോളിയം റോക്കേഴ്സ് ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് വരുന്നത്. പിന്നെ മുകളിലൊരു നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അടിയിലും ഉണ്ട് ഒരു നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്. സ്പീക്കേഴ്സ് ഉണ്ട്. ഇതിൽ ഒരു ഡ്രോബാക്ക്, ഇതിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് അല്ല വരുന്നത്, സിംഗിൾ സ്പീക്കറാണ്. പിന്നെ 3.5mm ജാക്ക്. പിന്നെ ലെഫ്റ്റ് സൈഡിലാണ് സിം ട്രേ വരുന്നത്. ഇതിലൊരു സ്റ്റിക്കറിൻ്റെ കോട്ടിങ് കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഒരു എക്സ്ട്രാ സ്റ്റിക്കറിൻ്റെ കോട്ടിങ് കൂടി ഈ സൈഡിൽ വരുന്നുണ്ട്. നമുക്ക് അതും പറിച്ചു കളയാം. ഇതൊരു എക്സ്ട്രാ പ്രൊട്ടക്റ്റീവ് ലെയർ പോലെ കൊടുത്തിട്ടുണ്ട്, അതും പറിച്ചു കളയാം. കറക്റ്റ് ഹോൾസ് ഉള്ള ഭാഗത്ത് മാത്രം ഇത് കൊടുക്കാതെ ബാക്കി എല്ലാ സ്ഥലത്തും ഒരു എക്സ്ട്രാ കോട്ടിങ് പോലെ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. ഓക്കെ, ഫുള്ളി നമ്മൾ റിമൂവ് ചെയ്തു. അതെ, ഡുവൽ നാനോ സിമ്മാണ് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ തന്നെ എക്സ്പാൻഡബിൾ മെമ്മറിയും ഇടാൻ പറ്റും, മൈക്രോ SD കാർഡ് ഇടാൻ പറ്റും. ഇനി നമുക്ക് ഫോൺ ഓൺ ആക്കിയിട്ട് ഇത് ബൂട്ടപ്പ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റപ്പ് ആക്കുമ്പോഴേക്കും ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കി കളയാം. സാംസങ്ങിൻ്റെ M51 യൂസ് ചെയ്തേക്കുന്നത് സ്നാപ്ഡ്രാഗൺ 730G ഒക്ടാ കോർ പ്രൊസസ്സറാണ്. ഇതിലുള്ളത് 6.7 ഇഞ്ച് ഫുൾ HD+ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ്. റയർ ക്യാമറ 64 MP ക്വാഡ് ക്യാമറയാണ്. അതിൽ 64 MP മെയിൻ ക്യാമറ സോണിയുടെ IMX682 ആണ് സെൻസർ. അതല്ലാതെ 12 MP വൈഡ് ആംഗിൾ ലെൻസും 5 MP ഡെപ്ത് ലെൻസും 5 MP മാക്രോ ലെൻസുമാണ് യൂസ് ചെയ്തേക്കുന്നത്. ഫ്രണ്ട് ക്യാമറ 32 MP ആണ്. രണ്ട് വേരിയൻ്റാണ് അവൈലബിൾ, 6GB 128ഉം 8GB 128ഉം. 6GB 128ൻ്റെ വില 24,999, 8GBയുടെ 26,999 ആണ്. രണ്ട് കളർ വേരിയൻ്റാണ് അവൈലബിൾ, സെലസ്റ്റിയൽ ബ്ലാക്കും ഇലക്ട്രിക് ബ്ലൂവും. ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് 7000 mAh ബാറ്ററിയാണ്. കൂടെ ചാർജിങ്ങിനായിട്ട് 25 വാട്ട്സ് സൂപ്പർ ഫാസ്റ്റ് ചാർജറാണ് ഇത് തന്നേക്കുന്നത്. 2 മണിക്കൂർ കൊണ്ടാണ് ഇത് ഫുൾ ചാർജ് ആവുന്നത്. കൂടാതെ റിവേഴ്സ് ചാർജിങ്ങും ഈ മോഡലിന് സപ്പോർട്ടഡ് ആണ്. NFC സപ്പോർട്ടും അവൈലബിൾ ഉണ്ട്. അതേപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് ബ്ലൂടൂത്ത് വേർഷൻ 5.0 ആണ്. അപ്പോൾ മൾട്ടിപ്പിൾ ഡിവൈസസ് അറ്റ് എ ടൈം കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫോൺ നമ്മൾ ബൂട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. 10 മിനിറ്റ് താഴെ എടുത്തു ബൂട്ടിങ് അതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോഴേക്കും. ആ ഒരു ടൈം കൊണ്ട് തന്നെ പറയാം, ഒരു രക്ഷയില്ല. എന്താ പറയുക, ഓവറോൾ ഫീല്, അതായത് കാണാനും പ്രീമിയം ലുക്ക്. എന്താ പറയുക, ഇതിന് തൊട്ടുമ്പത്തെ എപ്പിസോഡിൽ നമ്മൾ റിയൽമി 7 Pro അൺബോക്സ് ചെയ്തിരുന്നു. പക്ഷേ ആ ഒരു ഫോണിനേക്കാളും മികച്ചൊരു പ്രീമിയം ലുക്ക് ഈ ഒരു മൊബൈലിനുണ്ട്. അപ്പോൾ എനിക്ക് ആകെപ്പാട് ഡ്രോബാക്ക് എന്ന് തോന്നിയത് ഈ ഒരു
ബാക്ക് സൈഡിലെ ഈ ഒരു പ്ലാസ്റ്റിക് ഗ്ലാസ് ആണ്. അതായത് ഗ്ലാസ് അല്ല, ഇത് പ്ലാസ്റ്റിക് ആണ്, പക്ഷേ ഇതിൽ ഭയങ്കരമായിട്ട് ഫിംഗർ പ്രിൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ കേസ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ വേണം. ഏറ്റവും ബെസ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്രീൻ തന്നെയാണ്. ഒരു രക്ഷയില്ല. ഡിസ്പ്ലേ വളരെ വലിയ ഫോൺ തന്നെയാണ്. അതായത് ഇതിൽ 6.7 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. ഇപ്പോൾ ഇതെൻ്റെ Pixel 2 ആണ്. Pixel 2ൻ്റെ വലുപ്പത്തിലാണ് ഇതിൻ്റെ സ്ക്രീൻ ഉള്ളത്. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. Pixel 2ൽ ഉപയോഗിക്കുന്നത് 6 ഇഞ്ച് സ്ക്രീനാണ്. ഇതിൽ 6.7 ഇഞ്ച് സ്ക്രീനാണ്. ഓവറോൾ എഡ്ജ് ടു എഡ്ജ് ഡിസ്പ്ലേ ഉണ്ട് ഇതിൽ. നോക്കിക്കഴിഞ്ഞാൽ മോൾ ഭാഗത്ത് വളരെ താഴെ ഭാഗത്ത് വളരെ ലൈറ്റായിട്ടുള്ള എഡ്ജേ ഉള്ളൂ. പിന്നെ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ തന്നെ ഒരുപാട് അൺവാണ്ടഡ് ആയിട്ടുള്ള കുറച്ച് ആപ്പുകൾ ഓൾറെഡി പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാവർക്കും ആവശ്യമുള്ളതായിരിക്കില്ല. സ്നാപ്ചാറ്റും ഡെയിലി ഹണ്ടൊക്കെ. നെറ്റ്ഫ്ലിക്സ് ഇപ്പോൾ ഈ കാലത്ത് ഒരുവിധം ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊക്കെ ആവശ്യാനുസരണം യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഇതൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം കുഴപ്പമില്ല. ഈ ഫോണിന് ഏകദേശം 213 ഗ്രാം ഭാരമുണ്ട്. പക്ഷേ അത്രയും വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. കാരണം നന്നായിട്ട് വെയിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഈക്വലായിട്ട് രണ്ട് സൈഡിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നന്നായി പിടിക്കാനുള്ള ഗ്രിപ്പും ഉണ്ട്. കറക്റ്റ് ഹാൻഡിൽ ഒതുങ്ങുന്നുണ്ട്. ഒറ്റ പ്രശ്നം എന്ന് തോന്നിയത് എനിക്ക് ഹൈറ്റ് വൈസ് ആണ്. സാധാരണ മൊബൈലിനേക്കാളും നല്ല ഹൈറ്റാണ് സ്ക്രീൻ. അപ്പോൾ നല്ല വലിയ കൈയുള്ളവർക്കാണ് സുഖം യൂസ് ചെയ്യാനൊക്കെ, മുകളിൽ നിന്ന് സ്ക്രോൾ ചെയ്യുന്നതൊക്കെ. ഇതല്ലാതെ കഴിഞ്ഞ 2 സെം സീരീസ് ഫോണിലും യൂസ് ചെയ്തേക്കുന്ന പ്രൊസസ്സർ എക്സിനോസിൻ്റെ, സാംസങ്ങിൻ്റെ തന്നെ എക്സിനോസിസ് എന്ന് പറഞ്ഞ പ്രൊസസ്സറാണ്. പക്ഷേ ഈ M51 യൂസ് ചെയ്തേക്കുന്നത് സ്നാപ്ഡ്രാഗൻ്റെ 730G എന്ന് പറയുന്ന ഗെയിമിംഗ് പ്രൊസസ്സറാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രൊസസ്സറിൻ്റെ ഡിഫറൻസ് ഈ പ്രാവശ്യം ഈ ഒരു M സീരീസ് മോഡൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് ഫോണിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയോളാം. ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് One UIയുടെ വേർഷൻ 2.1 ആണ്. Android 10 ആണ് വേർഷൻ. അപ്പോൾ വൈകാതെ ഇതിനിപ്പോൾ Android 11 പുറത്തു വന്നുകൊണ്ട് വൈകാതെ തന്നെ ഇതിനും വരുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൽ ബാക്കിയുള്ള ഈ ഒരു റേഞ്ചിലുള്ള ബാക്കിയുള്ള ഫോൺസ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നിയിരിക്കുന്നത് ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിൽ NFC ഉണ്ട്. അപ്പോൾ അതൊരു അഡീഷണൽ ബെനിഫിറ്റാണ്. കാരണം പല ഫോണുകളിൽ നിന്ന് മിസ് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് NFC എന്ന് പറയുന്നത്. അത് ഈ ഫോണിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഹെഡ്സെറ്റ് ഇതൊക്കെ NFC എനേബിൾഡ് ആണ്. അപ്പോൾ പിന്നെ ജസ്റ്റ് ഇതിനടുത്ത് വെച്ച് കൊടുത്താൽ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കണക്റ്റ് ആവും. അപ്പോൾ അതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. ഈ മോഡലിൽ യൂസ് ചെയ്തിരിക്കുന്ന ബ്ലൂടൂത്ത് വേർഷൻ 5.0 ആണ്. അപ്പോൾ മൾട്ടിപ്പിൾ ഡിവൈസസിലേക്ക് അറ്റ് എ ടൈം കണക്ട് ചെയ്യാനും പറ്റും. ഇതിൽ സിമ്മിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡുവൽ സിമ്മാണ്. രണ്ടും 4G സപ്പോർട്ട് ഉണ്ട്. പിന്നെ വൈഫൈ സപ്പോർട്ട് ഉണ്ട്. അതായത് നമ്മുടെ സിമ്മിന് നെറ്റ്വർക്ക് കവറേജ് ഇല്ലെങ്കിലും നമ്മൾ വൈഫൈ ആയിട്ട് കണക്റ്റഡ് ആണെങ്കിൽ വൈഫൈ ഉപയോഗിച്ചിട്ട് അതേ മൊബൈലിൽ നിന്ന് അതേ നമ്പർ ഉപയോഗിച്ച് കോൾ ചെയ്യാൻ പറ്റും. അതാണ് വൈഫൈ സപ്പോർട്ട്. ഡിസ്പ്ലേയും ക്ലാരിറ്റിയും സൗണ്ടും എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം. നമുക്ക് യൂട്യൂബിലൊന്ന് ഉപയോഗിക്കാം. യൂട്യൂബ് മ്യൂസിക് ഓൾറെഡി പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. ഫുൾ സൗണ്ട്. ഇതൊരു ലെഗോയുടെ പോലെ തന്നെ ഒരു ടോയ് ആണ്. അതായത് കൊച്ചു പാർട്സ് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു പിക്ചറിൽ കാണുന്ന കാർ ബിൽഡ് ചെയ്തെടുക്കാൻ. ലെഗോ ടോയ്സ് എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. ലെഗോ ടോയ്സ് എന്ന് പറഞ്ഞാൽ കൊച്ചു പാർട്സ്. അപ്പോൾ ഡിസ്പ്ലേ വൈസ് കാണാൻ ഒരു രക്ഷയില്ല. കാരണം ഇതിൽ AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് ബ്ലാക്സ് ഒക്കെ കറക്റ്റ് ബ്ലാക്ക് ആയിട്ട് തന്നെ എടുക്കും. അതേപോലെ തന്നെ സാധാരണ LED ഡിസ്പ്ലേ ആണെങ്കിൽ ചെറുതായിട്ട് വൈറ്റ് കയറി വരും ബ്ലാക്കിൽ. ഇതിൽ ആ പ്രശ്നമൊന്നുമില്ല. പക്ഷേ സ്പീക്കർ വൈസ് എനിക്ക് ഓക്കെ എന്ന് പറയാനേ പറ്റുള്ളൂ. അത്രയും മികച്ച സ്പീക്കറല്ല. കാരണം ഇത് സിംഗിൾ സ്പീക്കറാണ്, ഒരു സ്റ്റീരിയോ സ്പീക്കറല്ല. അപ്പോൾ ഇതിൽ ഡോൾബി സപ്പോർട്ട് ഉണ്ട്. പക്ഷേ അത് ഹെഡ്സെറ്റ് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് ആ ഒരു ഫീച്ചർ നന്നായിട്ട് യൂസ്ഫുൾ ആവുള്ളൂ. പക്ഷേ ഇതിൽ സിംഗിൾ സ്പീക്കർ ആയതുകൊണ്ട് എനിക്ക് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സ്പീക്കറായിട്ട് തോന്നിയില്ല. ഓവറോൾ കൊള്ളാം. അതേപോലെ തന്നെ ഇതിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന ഫീച്ചർ ഉണ്ട്. അതായത് ഡിസ്പ്ലേയിൽ ഇതേപോലെ നമുക്ക് ആവശ്യമുള്ള നോട്ടിഫിക്കേഷൻസ് വന്ന് കിടക്കും. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ മാത്രം ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് മാറിയിട്ട് അൺലോക്ക് ചെയ്യാം. ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ, ഇത് കണ്ണ് സ്ട്രെയിൻ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫീച്ചറാണ് ബ്ലൂ ലൈറ്റ്. അപ്പോൾ പിന്നെ നമ്മൾ കണ്ണിന് അത്ര രാത്രി ഉപയോഗിക്കുമ്പോൾ അത്ര സ്ട്രെയിൻ ഉണ്ടാവില്ല. ലൈറ്റ് മോഡുണ്ട്, ഡാർക്ക് മോഡുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഫിംഗർ പ്രിൻ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് എത്രത്തോളം ഫാസ്റ്റ് ആണെന്ന് നോക്കി നോക്കാം. ബാക്കിലും സൈഡിലും വന്നാലും കുഴപ്പമില്ല. കാരണം സൈഡ് നമ്മൾ പവർ ബട്ടൺ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫിംഗർ പ്രിൻ്റ് എത്രത്തോളം ഫാസ്റ്റ് ആണെന്ന് നമുക്ക് നോക്കി നോക്കാം. വളരെ ഫാസ്റ്റാണ്. ഞാൻ പവർ ബട്ടൺ ഞെക്കണം കൂടിയില്ല, ജസ്റ്റ് ടച്ച് ചെയ്യുന്നുള്ളൂ. നല്ല ഫാസ്റ്റാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ പറയുക, ഫിംഗർ പ്രിൻ്റ് അതേപോലെ തന്നെ ഫേസ് അൺലോക്കും ഇതേപോലെ തന്നെ ഫാസ്റ്റാക്കി. ഞാൻ ഫേസ് അൺലോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നില്ല. ജസ്റ്റ് നമ്മൾ പവർ ബട്ടൺ അമക്കും കൂടി വേണ്ട. പവർ ബട്ടൻ്റെ യൂസ് വെറുതെ നമുക്ക് ലോക്ക് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും മിക്കവാറും. അതായത് ജസ്റ്റ് ടച്ച് ചെയ്താൽ തന്നെ വളരെ ഫാസ്റ്റായിട്ട് ഓപ്പൺ ആവുന്നുണ്ട്. അപ്പം നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്ത് ഇതിൻ്റെ ക്യാമറയുടെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം.
ഞാനിപ്പോൾ ജസ്റ്റ് എൻ്റെ വീടിൻ്റെ പറമ്പിൽ കൂടെ നോർമൽ മോഡ് ഒന്നും എക്സ്ട്രാ സ്റ്റെബിലൈസേഷനൊന്നും ആഡ് ചെയ്തിട്ടില്ല. നിങ്ങളിപ്പോൾ കേൾക്കുന്നത് ഇതിൻ്റെ മൈക്ക് ഉപയോഗിച്ചിട്ടുള്ള ഇതാണ് വോയിസ്. ഇപ്പോൾ ഞാൻ സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കിയിട്ടുണ്ട്, സെയിം സാധനം തന്നെ. നമുക്കൊന്നുകൂടി നോക്കി നോക്കാം. ഇൻറ്റേർണൽ മൈക്കിൽ തന്നെയാണ് റെക്കോർഡിംഗ് ഒക്കെ നടക്കുന്നത്, ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഫ്രണ്ട് ക്യാമറയാണ്. ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചിട്ട് സ്റ്റെബിലൈസേഷൻ്റെ ഓപ്ഷൻ ഓൺ ആക്കാനുള്ളതില്ല, ഓട്ടോമാറ്റിക്കായിട്ട് ചെറിയ സ്റ്റെബിലൈസേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. വീഡിയോ ഏതെങ്ങനെയാണോ അങ്ങനെ തന്നെ ഞാൻ എഡിറ്റിൽ ആഡ് ചെയ്യാം. ഇതിൻ്റെ തന്നെ ഇൻബിൽഡ് ആയിട്ടുള്ള സ്ക്രീൻ റെക്കോർഡ് ഉപയോഗിച്ചൊരു റെക്കോർഡ് ചെയ്യാണ്. ഇതിൽ ഈ ക്യാമറയിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, ഡൂഡിൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആ ഡൂഡിൽ ഉപയോഗിച്ച് എങ്ങനെയാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് നോക്കി നോക്കാം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള അടുത്ത് പോയിട്ട് ഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞ് പോയി. ഞാൻ ഇതുവരെ ക്യാമറ റെക്കോർഡിങ് ഓൺ ആക്കിയിട്ടില്ല. ഇനി നമ്മൾ വരച്ചിട്ടുണ്ട്, ഓണാക്കിയിട്ട് തിരിഞ്ഞു നോക്കാം. വരച്ച സാധനം അവിടെ തന്നെയുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ബാറ്ററിനെയും ചാർജറിനെയും കുറിച്ച് പറയുകയാണെങ്കിൽ 7000 mAh അത്രയും കപ്പാസിറ്റി ഉള്ള ഒരു ഫോൺ ഇന്ത്യയിലില്ല എന്ന് തോന്നുന്നു വേറെ. കാരണം 7000 എന്നൊക്കെ പറയുന്നത് 10,000 അടുത്തെത്തി ഏകദേശം. അപ്പോൾ 10,000 mAh പവർ ബാങ്ക്സ് ഒക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് 7000 mAh ബാറ്ററിയാണ് ഈ ഒരു മൊബൈലിൽ ഉള്ളത് തന്നെ. അതുകൊണ്ട് 2 ദിവസം കൂടുമ്പോൾ തന്നെ ചാർജ് ചെയ്താൽ മതി. കാരണം അത്യാവശ്യം പവർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോസസ്സറും കൂടിയാണ് 730 എന്ന് പറയുന്നത്. ഗെയിമിംഗ് പ്രോസസ്സർ ആണെങ്കിലും നന്നായിട്ട് പവർ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ബാറ്ററി തന്നെയാണ്. ഈ ഒരു ഫോണിൻ്റെ വേറൊരു പ്രത്യേകതയാണ്, ഈ ഫോണിൽ നിന്ന് വേറൊരു ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കി നോക്കാം. ഇതിൽ 2 സൈഡിലും C ടൈപ്പ് ആയിട്ടുള്ള ചാർജർ ആയതുകൊണ്ട് ജസ്റ്റ് നമ്മൾ ചാർജറിൽ കുത്തി. ഞാൻ എൻ്റെ OnePlus 2 ഫോൺ ഉപയോഗിക്കുകയാണ് ഇതിന്. ഇതിലിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 43% ചാർജുള്ളൂ. ഞാൻ ജസ്റ്റ് ചാർജർ കുത്തുമ്പോൾ ചാർജായി തുടങ്ങി. അപ്പോൾ ഈ ഒരു ഫോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് വേറൊരു ഫോൺ ചാർജ് ചെയ്യാനും പറ്റും. ഇതിൻ്റെ ഫീച്ചർ 2 സൈഡിൽ USB-C ടൈപ്പ് ആയതുകൊണ്ടാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ ഈ ഒരു മൊബൈലിനെ എന്തുകൊണ്ടാണ് മോൺസ്റ്റർ മൊബൈൽ എന്ന് വിളിക്കുന്നത്? എല്ലാം കൊണ്ടും മോൺസ്ട്രസ് ഫീച്ചേഴ്സ് തരുന്ന ഒരു മൊബൈൽ തന്നെയാണിത്. കാരണം 7000 mAh ബാറ്ററി, അതേപോലെ തന്നെ 730G പ്രൊസസ്സർ തരുന്നുണ്ട്, 8GB വേരിയൻ്റ് ഉണ്ട്, 128GB സ്റ്റോറേജ് ഉണ്ട്, അതേപോലെ NFC എന്ന ഫീച്ചർ ഇൻക്ലൂഡഡ് ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള മിക്ക ഫോണുകളും എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് NFC, അത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ വളരെ മികച്ച ക്യാമറ തന്നെയാണ് നൽകിയിരിക്കുന്നത്. 64 MP സോണി സെൻസറുള്ള ക്വാഡ് ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. എനിക്ക് ഈ മോഡലിൽ ആകപ്പാടെ 2 ഡ്രോബാക്സ് തോന്നുന്നു. 60 Hz റിഫ്രഷ് റേറ്റുള്ള സ്ക്രീനാണ്, സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്, പക്ഷേ 60 Hz റിഫ്രഷ് റേറ്റ് ഉള്ളൂ. അതേപോലെ തന്നെ സ്റ്റീരിയോ സ്പീക്കർ അല്ല, സിംഗിൾ സ്പീക്കറാണ്, താഴെ മാത്രമേ സ്പീക്കറുള്ളൂ. ഇത് രണ്ടും ഒഴികെ ബാക്കി എല്ലാം കൊണ്ടും വളരെ മികച്ച ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ റേഞ്ചിലുള്ളത്. ഈ മൊബൈൽ ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. ഇതിൽ 2 വേരിയൻ്റ് അവൈലബിൾ ആണ്, 6GB 128ഉം 8GB 128ഉം. ഞാൻ വാങ്ങിയത് 8GB 128 വേരിയൻ്റാണ്. സെലസ്റ്റിയൽ ബ്ലാക്ക് ആണ് കളർ. ഞാൻ ഇത് ഫസ്റ്റ് ആമസോണിൽ സെയിൽ വന്ന ഫസ്റ്റ് ഡേയിൽ തന്നെ ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ ഓഫർ ഉണ്ടായിരുന്നു, HDFC ക്രെഡിറ്റ് കാർഡിന് 2000 ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട്. അപ്പോൾ എനിക്കത് കിട്ടി. 26,999 ആയിരുന്നു എൻ്റെ ഇനീഷ്യൽ വില. ഡിസ്കൗണ്ട് കഴിഞ്ഞ് എനിക്ക് 24,999 രൂപ കിട്ടി. ഇപ്പോഴും കറൻ്റ് ആ ഡിസ്കൗണ്ട് ഇല്ല. ആദ്യത്തെ 2-3 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴുള്ള ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ വേറെ ഏതോ ICICI ക്രെഡിറ്റ് കാർഡിന് 10% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഈ ഫോണിനെ കുറിച്ചുള്ള മിക്ക ഡീറ്റെയിൽസും നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെ ഈ ഫോണിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ ഉടനെ റിപ്ലൈ തരാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുന്നതായിരിക്കുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിയിലോ ആരെങ്കിലും പുതിയ ഫോൺ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, അത്ര അവർക്ക് ഈ ഒരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓൾ എന്നതിലൊക്കെ എങ്കിൽ മാത്രമേ ഇതേപോലുള്ള പുതിയ പ്രൊഡക്ട്സ് അൺബോക്സിങ്ങും പിന്നെ പുതിയ റിവാർഡിംഗ് ആപ്സ് അതേപോലെ പുതിയ ടെക് ടിപ്സ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി അൺബോക്സിംഗ് വീഡിയോയിൽ വീണ്ടും കാണാം.